സർ, ആത്മീയ ഗുരുക്കന്മാരെ ഓഷോ, കൃഷ്ണമൂർത്തി, സദ്ഗുരു എന്നിങ്ങനെയുള്ളവരെ നിശിതമായി വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് ഒരു ഫാഷനായി കരുതുന്ന ഒരു തലമുറ സോഷ്യൽ മീഡിയയിലും മറ്റും വളർന്നു വരുന്നത് നമുക്ക് കാണാം. ഒരു സത്യാന്വേഷിയെ വഴിതെറ്റിക്കാൻ പോകുന്ന ഒട്ടനവധി വിമർശനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഈ ബ്ലോഗുകളിലും വെബ്സൈറ്റുകളിലും വീഡിയോകളിലും എന്നിങ്ങനെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ കാണാനാവും. ഇവയൊക്കെ നമുക്ക് വകഞ്ഞു മാറ്റി മുന്നോട്ട് പോവുക എന്നത് ശ്രമകരമായ ഒരു അഭ്യാസം തന്നെയാണ്. ഇത്തരമൊരു വെല്ലുവിളിയെ കുറിച്ച് ഉള്ള സാറിന്റെ അഭിപ്രായം, നിലപാടെന്താണ്? അടിസ്ഥാനപരമായി അത് ഒരു വെല്ലുവിളിയാകുന്നത് സർവൈവലിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്കാണ് വെല്ലുവിളിയാകുന്നത്. കാരണം ഒരു വിപണിയിൽ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിക്കുന്ന പ്രതികൂലമായിരിക്കുന്ന പ്രചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതികൂലമായുള്ള പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. സർവീസസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വെല്ലുവിളിയാകുന്നത് തീർച്ചയായിട്ടും ഇമേജ് എന്ന് പറയുന്നതിനെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ളവരെ ആണ് പ്രധാനമായിട്ടും വെല്ലുവിളി ബാധകമാവുന്നത്. അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരെ ആക്രമിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ പുരോഗമനാത്മകമായ ചിന്തകൾ വരുന്നത് കൊണ്ട്, ഇതിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഭൗതികവാദപരമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നതെന്ന് പൊതുവേ ചിന്തിക്കാൻ എളുപ്പമാണ്. സാധാരണ നമുക്കങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെ വിശ്വസിക്കാറുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് അടിസ്ഥാനപരമായി പ്രകൃതിയുടെ ചില സ്വഭാവങ്ങൾ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ട് നാം തിരിച്ചറിയാനുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരു ബോധപ്രാപ്തനാണെങ്കിലും അല്ലെങ്കിലും ഒരു ഗുരുവിൻ്റെ പക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന കാർമ്മികമായിരിക്കുന്ന ധാരാളിത്തം, അല്ലെങ്കിൽ അബണ്ടൻസ് ഓഫ് കർമ്മ എന്ന് വിളിക്കാം, ആ ഒരു കർമ്മനിധി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒട്ടനവധി ആൾക്കാരെ നയിക്കാൻ അല്ലെങ്കിൽ തന്നെ പിന്തുടരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. സാധാരണ നാട്ടുമ്പുറത്ത ഭാഷ പറഞ്ഞാൽ ഭാഗ്യം എന്ന് വിളിക്കുവാനെ. ഉദാഹരണം, ഇൻവുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ എന്ന് പറഞ്ഞ ഗ്രന്ഥമൊക്കെ എഴുതിയ സ്വാമി രാമതീർത്ഥൻ വളരെ പ്രഗത്ഭനായിരുന്ന ഒരു ആധ്യാത്മിക തേജസ്സായിരുന്നു. അദ്ദേഹം കിഴക്കോട്ടാണ് യാത്ര ചെയ്തത്. കിഴക്കോട്ട് യാത്ര ചെയ്ത് വളരെ അഡ്വഞ്ചറസായിട്ട്, സാഹസികമായിട്ട് തന്നെ പല ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും പിന്തുടർന്ന് ആൾക്കാരെ തൻ്റെ പ്രസംഗം കൊണ്ട് കീഴടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അത് തന്നെയാണ് ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രനാഥൻ സ്വാമി വിവേകാനന്ദനായിട്ട് ചെയ്യുന്നത്. പക്ഷെ സ്വാമി വിവേകാനന്ദൻ ചെയ്തിരിക്കുന്നതിന് പ്രശസ്തി കൂടുതലാണ്. അതേപോലുള്ള പ്രശസ്തി സ്വാമി രാമതീർത്ഥന് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ചർച്ചായോഗത്തിൽ തന്നെ പങ്കെടുക്കുന്നവർക്ക് എത്ര പേർക്ക് രാമതീർത്ഥനെ കുറിച്ച് അറിയാം? ആലോചിച്ചു. എന്നാൽ സ്വാമി വിവേകാനന്ദനെ അറിയാത്ത ആധ്യാത്മിക പഠിതാക്കൾ ആരും തന്നെ ഇന്ത്യയിലില്ല എന്ന് വേണം പെട്ടെന്ന് പറയാൻ. അതിന് കാരണം എന്ന് പറയുന്നത്, ബംഗാളിൽ വികസിതമായിരിക്കുന്ന മാധ്യമ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, സായിപ്പിൻ്റെ തലസ്ഥാനമായിരുന്നൊരു പ്രദേശമായിരുന്നു ആദ്യം. ഇങ്ങനെയുള്ള പല അനുകൂല ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പെട്ടെന്ന് ആൾക്കാരിലെത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സ്വാമി വിവേകാനന്ദൻ്റെ കാർമ്മികമായിരിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത്
അദ്ദേഹത്തിൻ്റെ മിഷൻ വളരെ വ്യാപകമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള കരുതൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. സ്വാമി രാമതീർത്ഥന് അതേപോലുള്ള കാർമ്മികമായ നിക്ഷേപം ഉണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ അത് വന്നിട്ടില്ല. അങ്ങനെ പലരും വന്നു ചേരുന്നത് കാർമ്മികമായിരിക്കുന്ന അബൻഡൻസോട് കൂടിയാണ്. ഞാനതാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ആ അബൻഡൻസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആളുകളെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ആൾക്കാർ അതിപ്പോൾ ബോധപ്രാപ്തനാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, കാർമ്മികമായ ബാലൻസ് കൊണ്ട് ആൾക്കാരെ ചുറ്റും കൂട്ടാനുള്ള പ്രാവീണ്യം ഉണ്ടാകുന്നു എന്ന് കരുതാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ അബൻഡൻസ് ഓഫ് കർമ്മ എന്ന് പറയുന്നത് ഡിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആളുകളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ വിതരണം ചെയ്യപ്പെടുന്നത് സ്വീകരിക്കാൻ ആയിട്ട് ഒട്ടനവധി ആൾക്കാർ അവിടെ വന്ന് കൂടുന്നുണ്ടല്ലോ. ഈ കൂടുന്നവരിൽ നിന്ന് പ്രതികൂലമായിരിക്കുന്ന കർമ്മങ്ങൾ, ദുഃഖമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന, അനാരോഗ്യമുണ്ടാക്കുന്ന, അപകടങ്ങളുണ്ടാക്കുന്ന ഒക്കെയുള്ള കർമ്മങ്ങൾ ഈ ഗുരുക്കന്മാരിലേക്ക് പ്രവേശിക്കും. അത് ബോധപ്രാപ്തരായിരുന്നാലും അല്ലെങ്കിലും ശരി. ഈ കർമ്മം സ്വീകരിക്കുന്നതിന് ബോധപ്രാപ്തി വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം സ്വീകരിക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു ആധ്യാത്മിക പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്ന അസറ്റ് എന്ന് പറയുന്നത്, ആസ്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓഡിയൻസായി വരുന്ന ഓരോരുത്തരിലോട്ടും കാർമ്മികമായ ബാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ ബാധ്യത അനുസരിച്ച് ആർക്കാണോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്നൊക്കെ കർമ്മം സ്വീകരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് സാധാരണ ഒരു ബോധപ്രാപ്തനൊന്നും അല്ല, അത്യാവശ്യം ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പ്രഭാഷണം കൊണ്ട് ആളുകളെ ഇടയ്ക്കിടയ്ക്ക് സംസ്കൃതമൊക്കെ ചേർത്ത് പ്രഭാഷണം ചെയ്ത് ആളുകളെ മാസ്മരികമായിട്ട് പിടിച്ചിരുത്തുന്ന ആൾക്കാർ, ക്രൗഡ് പുള്ളേഴ്സിനെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവരും അവിടെ നിന്ന് അവരിലും ഈ പറഞ്ഞ അവരുടെ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് ഈ പറഞ്ഞ ആൾക്കാരെ കിട്ടുന്നതിന് വേണ്ടിയുള്ള കാർമ്മികമായിരിക്കുന്ന ഫലങ്ങളോട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലായിടത്തും തന്നെ സാർവത്രികമായിട്ട് ഇങ്ങനെയുള്ളവരിലേക്ക് കർമ്മം പ്രവഹിക്കുന്നു എന്ന് നാം ഒന്നാമതായിട്ട് കാണണം. ഇതെങ്ങനെയാണ് അവരിൽ നിക്ഷിപ്തമായി അവർ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടി വരുമോ എന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ട്. പ്രകൃതി അതിനുള്ള സംവിധാനവും വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവരിൽ നിന്ന് ആ കർമ്മം എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ വിമർശനത്തിൽ കൂടെയാണ്. നമ്മുടെ ഒരു പഴയൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരിക്കും, വിമർശനം കാർമിക് ട്രാൻസ്ഫറും എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ ആ വിമർശനത്തിൽ കൂടി വളരെ ഈസി ആയിട്ട് ഈ കർമ്മങ്ങൾ അവർ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മഹാവ്യാധികളും അപകടങ്ങളുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിമർശനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇവരുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഈ വിമർശനമില്ലാതെ മുന്നോട്ട് പോകാനേ സാധ്യമല്ല. ഇത് സാധാരണ എന്നുള്ളതല്ല, ഏറ്റവും കടുത്ത വിമർശനങ്ങൾ തന്നെ. ആര് എന്ത് ചെയ്താലും അതിൽ തിന്മ കണ്ടെത്തുന്ന രന്ധ്രാന്വേഷികൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ രന്ധ്രാന്വേഷികൾ ഫലപ്രദമായിട്ട് ആളുകളെ കൂടുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടിരിക്കും. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ മുമ്പ് സംസാരിച്ചതുപോലെ ക്ലസ്റ്ററുകളും ക്ലട്ടറുകളും എന്നുള്ള ഒരു വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ടിരിക്കും. ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നത് പ്രകൃതിക്ക് താല്പര്യമില്ല. പ്രകൃതിക്ക് ഡിഫറൻഷിയേഷനാണ് താല്പര്യം. ഏകത, ഇത് ഒരേ യൂണിഫോമിറ്റിയുള്ള ജനങ്ങളുടെ സഞ്ചയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഉണ്ടാകുന്നതിന് പ്രകൃതിക്ക് ഒരു താല്പര്യമില്ല. പ്രകൃതി എത്രമാത്രം ഡിവൈഡ് ആയിരിക്കുന്നോ, പലതരത്തിലുള്ള വെറൈറ്റി ഉണ്ടായിരിക്കുന്നോ, ആ വെറൈറ്റികളിലേക്കാണ് പോസിറ്റിവിറ്റി, ബോധത്തിൻ്റേതായ പോസിറ്റിവിറ്റി ഇറങ്ങി വരുന്നത് എന്ന് നാം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് സാധാരണ മനുഷ്യർക്ക് പോലും അനുഭവിക്കാവുന്നത്. ഒരു ഉത്സവത്തിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൗഡിനെയോ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു മാനസിക ഉല്ലാസം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പലതരത്തിലുള്ള ആൾക്കാരാണ് എല്ലാവരും. ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ. ആ മീറ്റിങ്ങിൽ പാർട്ടിയുമായിട്ട് വലിയ യോജിപ്പൊന്നും ഉള്ളവരായിരിക്കണം എന്ന് പോലുമില്ല. പല വിഘടനവാദികളും അതിനകത്ത് പല ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ പോലും ആ ഡിവിഷൻ, ആ പറഞ്ഞ ഡിഫറൻഷിയേഷനൊക്കെ തന്നെയും ആ ഒരു പോസിറ്റിവിറ്റിയെ
വെൽക്കം ചെയ്യുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നു. ആ നെഗറ്റിവിറ്റിയിലോട്ട് പോസിറ്റിവിറ്റിയിൽ ഇറങ്ങി വരുന്നു. അതുകൊണ്ട് നമുക്ക് ഉല്ലാസകരമായി തോന്നുകയും ചെയ്യുന്നു. ഈ ജ്യോതിഷികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഉല്ലാസത്തിനെ ശുക്രൻ്റെ സാന്നിധ്യമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചാൽ ഉല്ലാസത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അടിസ്ഥാനപരമായി പ്രകൃതിക്ക് ഈ ക്ലസ്റ്ററുകൾ ഫോം ചെയ്യുന്നതിൽ താല്പര്യമില്ല. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കൂടെ കുറേ പേർ അങ്ങനെ ഫോം ചെയ്യുക എന്ന് പറയുന്നതിന് പ്രകൃതിയുടേതായ നാച്ചുറൽ ചെക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പ്രാകൃതികമായിരിക്കുന്ന പ്രതിരോധങ്ങൾ അതിനകത്ത് നടപ്പാക്കും. ആ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി അവർ പിരിഞ്ഞു പോകത്തക്കവണ്ണം അവർ ആൾക്കൂട്ടം കൂടാതിരിക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള സംവിധാനമായിട്ട് തന്നെയാണ് അവരിൽ പല തെറ്റുകൾ ഉണ്ടാകുന്നതും. ആ തെറ്റുകൾ അതിനേക്കാളും പൊലിപ്പത്തോടു കൂടി പൊളിപ്പും തൊങ്ങലും ചേർത്തുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കുകയും ആൾക്കാരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ട് കാര്യങ്ങളിലൂടെ പ്രധാനമായിട്ട് എടുത്ത് പറയാനുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ആ വിമർശനം ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴല്ല, എന്നും ആ വിമർശനം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പം നമുക്ക് സംവേദന സാധ്യതകൾ കൂടുതലാണ്, കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ, വാർത്താവിനിമയ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിത് കൂടുതലായിട്ട് അറിയുന്നു എന്നുള്ളൂ. ശ്രീരാമകൃഷ്ണദേവന് തലയ്ക്ക് സുഖമില്ലായിരുന്നു എന്നുള്ളത് ആൾക്കാർ പറഞ്ഞു നടന്നിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ചെറുപ്പക്കാരോട് വലിയ താല്പര്യമായിരുന്നു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നതുകൊണ്ട് പൂർണ്ണൻ എന്ന് പറയുന്ന കൽക്കട്ടയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കാതെ വീട്ടിൽ പിടിച്ച് നിർത്തുമായിരുന്നു. രാമകൃഷ്ണദേവനാണെങ്കിൽ പൂർണ്ണനെ കാണാതെ ഉറക്കം വരില്ല എന്നുള്ളതുകൊണ്ട് കൽക്കട്ട വരെ, സിറ്റി വരെ പോയി മാസ്റ്റർ മഹാശയൻ്റെ, മഹേന്ദ്രനാഥ് ഗുപ്തയുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അവിടെ പൂർണ്ണനെ വരുത്തി കണ്ട് കരയുകയും പൂർണ്ണനെ കാണുമ്പോൾ തന്നെ അദ്ദേഹം കരഞ്ഞു തുടങ്ങുമായിരുന്നു. അത്രയ്ക്ക് ദിവ്യമായിരിക്കുന്നൊരു ബന്ധമായിരുന്നു അത്. പൂർണ്ണൻ പക്ഷേ വിവാഹിതനായി അതിനുശേഷമുള്ള കാര്യങ്ങളും മറ്റ് രീതിയിലാണ്, അത് വേറെ കാര്യം. അപ്പോൾ അത്തരത്തിൽ അപഖ്യാതികൾ ഉണ്ടാക്കുന്നതിന് വളരെ എളുപ്പമാണ്, ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ഒരു ചെറിയ പുകയുണ്ടെങ്കിൽ തന്നെ തീ ഊതി കത്തിക്കാൻ ബാക്കിയുള്ളവർക്ക് വളരെ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വലുതായിട്ട് അവർ ശ്രദ്ധിക്കില്ല. അവരവരുടേതായ വഴി കൂടി പോയിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഈ ജിതു കൃഷ്ണമൂർത്തിയുടെ കാര്യത്തിൽ ഇതേപോലുള്ള പരാതികൾ ഉണ്ടായതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്തരം കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ അത് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരെ മാത്രം ഇതുപോലുള്ളൊരു സംഘത്തിൽ നിർത്തുന്നതിന് ഏറ്റവും വലിയ പ്രയോജനം ചെയ്യും. എനിക്ക് അടുത്ത കാലത്ത് ഒരു വീഡിയോ പ്രൊമോഷൻ ഓഫ് ഗുരുസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് അടുത്ത കാലത്ത് പരിചയപ്പെട്ടൊരു സുഹൃത്താണ്. അദ്ദേഹം വിഖ്യാതനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ആ ഗുരുവിനെയാണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് അങ്ങ് തോന്നി. കുറേ ഡിഫൻസ് നിരത്തി. എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾക്ക് തോന്നിയത്, ഞാൻ ആ ഗുരുവിനെയാണ് പറഞ്ഞത് എന്ന് എന്തുകൊണ്ട് തോന്നി ചോദിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, തന്നെത്താനെ തോന്നിയതാണ്. അപ്പോൾ അവരുടെ തന്നെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സംശയങ്ങളാണ് മറ്റുള്ളവർ പറയുമ്പോൾ പൊങ്ങി വരുന്നത്. ഇത്തരത്തിലുള്ളവരെ അവരുടെ വിശ്വാസം ഉറപ്പിക്കാനും അവരുടെ അവിശ്വാസമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും ഇതുപോലുള്ള അപഖ്യാതികൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ സഹായിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്കിങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ട് എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മൂഢസ്വർഗത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ശരിയായ വിശ്വാസമില്ലാതെ ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. വെറുതെയാണ്, സമയം കളയാന്നുള്ളേ ഉള്ളൂ. ഉള്ള സമയം വളരെ കൃത്യമായിട്ട് പോകണം. അതുകൊണ്ട് അത് മാറിക്കിട്ടുന്നതിന് വേണ്ടി തൻ്റെ ഒരു പരീക്ഷ പാസ്സാകുന്നത് പോലെ തനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എപ്പോഴും പ്രയോജനപ്പെടും. എപ്പോഴും ഈ ദൈവമില്ല എന്ന്
തർക്കിക്കാനും ദൈവമുണ്ട് എന്ന് തർക്കിക്കാനും വരുന്നവർക്ക് ഇതിൽ രണ്ടിനും വിശ്വാസമില്ലാത്തവരായിരിക്കും പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെയാണ് ഒരു ഗുരുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംസാരം വരുമ്പോൾ അതിൽ ചാടി വീണ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത് ഗുരുവിലുള്ള വിശ്വാസക്കുറവായിട്ടേ കാണുന്നുള്ളൂ. ഗുരുവിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ വിമർശനത്തിന് അതീതനാണ് എന്നതുകൊണ്ട് മിണ്ടാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ലെവലനുസരിച്ചാണ് ഇത് പോകുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദൻ്റെ മുമ്പിൽ വെച്ച്, അത് നരേന്ദ്രൻ്റെ മുമ്പിൽ വെച്ച് തന്നെക്കുറിച്ച് ചീത്ത പറഞ്ഞ ഒരു വഞ്ചിക്കാരനെ എന്തുകൊണ്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്ന് മറ്റൊരു ആഗതനോട് ചോദിച്ചു. ആ ആഗതൻ വരുന്ന വഴിയിൽ വഞ്ചിയിൽ ഒരുപാട് മോശമായി സംസാരിച്ചു, കളിയാക്കി, രാമകൃഷ്ണദേവനെ കളിയാക്കി എന്ന് വിവരം പറഞ്ഞപ്പോൾ രാമകൃഷ്ണദേവൻ നീ കേട്ടുകൊണ്ടിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടുകൊണ്ട് അടുത്ത ദിവസം നരേന്ദ്രനെ വഞ്ചിയിൽ കയറി അതേ ആളിനെ തന്നെ കണ്ടുപിടിച്ച് നിർത്തി അയാളെ കയറി ആ വണ്ടി കയറി നരേന്ദ്രൻ്റെ തടിപിടുക്കമൊക്കെ കണ്ടുകൊണ്ട് ഈ വഞ്ചിക്കാരനൊന്നും മിണ്ടിയില്ല. പക്ഷെ ചൊറിഞ്ഞ് അയാളെ കൊണ്ട് പറയിച്ച്, അയാളെ ഉപദ്രവിച്ച്, വെള്ളത്തിൽ തലയെ മുക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് അയാളെ പേടിപ്പിച്ച് വല്ല വിധേനെ മാപ്പ് പറയിച്ച് വിജയശീലാകുന്നതിനായി ദക്ഷിണേശ്വരത്ത് ആശ്രമത്തിലെത്തുമ്പോൾ, ഇവിടെ ക്ഷേത്രത്തിലെത്തുമ്പോൾ രാമകൃഷ്ണദേവൻ രണ്ട് കൈയും അരക്കി കൊടുത്തുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാമകൃഷ്ണദേവൻ്റെ നിപ്പ് കണ്ടപ്പോൾ പന്തികേട് തോന്നി. രാമകൃഷ്ണൻ വളരെ ഉഗ്രമായിരിക്കുന്ന ശാസനയോടുകൂടി നരേന്ദ്രനെ എതിരേറ്റു. എന്നോട് ആര് പറഞ്ഞു അയാളോട് ഉപദ്രവിക്കാൻ ചോദിച്ചു. അപ്പോൾ അങ്ങ് അല്ലേ ഇന്നലെ പറഞ്ഞത്, കേട്ടുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ പിന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ, ഞാനത് അവനോടാണ് പറഞ്ഞത്, എൻ്റെ അടുത്തല്ല പറഞ്ഞത്. ഇതാണ് എൻ്റെ വ്യത്യാസം. ഒരാൾക്ക് ഒരു പാസിവിറ്റി, അയാളുടെ ഒരു പാസിവിറ്റി ഉണ്ടായിരിക്കുന്നത് അയാളുടെ ഭയം കൊണ്ടോ അയാളുടെ ഭയം കൊണ്ടുള്ള നയം കൊണ്ടോ ഒക്കെ ആയിരിക്കും. അവിടെ അത് മാറേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ സ്വന്തം അഹന്ത കൊണ്ട് താനാണ് തൻ്റെ ഗുരുവിനെ സംരക്ഷിച്ച് നിർത്തുന്നതെന്നുള്ള അഹന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ അതൊന്നും ഇല്ലാതാക്കേണ്ടി വരും. ഈ രണ്ട് രീതികളിൽ രാമകൃഷ്ണദേവൻ പെരുമാറിയതിന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഈ വിമർശനം എന്ന് പറയുന്നത് ഒരു പ്രാകൃതികമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്, പ്രകൃതി സഹജമായിരിക്കുന്ന പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയോ തടസ്സമോ ആകുന്നില്ല, അതങ്ങനെ അങ്ങ് പോവും. പിന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ കൂടുതലായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവയുടെ ബാഹുല്യം കൂടുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രതിരോധിക്കുന്ന, അതിനെ തെറ്റായ രീതിയിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന പ്രതികരണങ്ങളും ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായേ മതിയാവുള്ളൂ. അടുത്ത കാലത്ത് ഏതോ ഒരു പോസ്റ്റിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്നൊരു പോസ്റ്റിൽ ഒരു സുഹൃത്ത് ഒരു കമൻ്റ് എഴുതുകയുണ്ടായി. താങ്കൾ ക്രിസ്തു കുരിശിൽ കിടന്ന് നിലവിളിച്ചതൊന്നും അറിഞ്ഞില്ലേ, അതൊന്നും വായിച്ചു നോക്കിയിട്ടില്ലേ, ഇത് വായിച്ചു നോക്കാതെയാണോ ഇത്തരത്തിലൊരു പരാമർശം എഴുതുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് എഴുതാം, ഇല്ല സുഹൃത്തെ, ഈ വിഷയത്തെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കുരിശിലെ വിലാപത്തെക്കുറിച്ച് തന്നെ നമ്മൾ വേറെ സംസാരിച്ചിട്ടുണ്ട്, അത് താങ്കൾക്ക് വേണേൽ കേൾക്കാം എന്ന് പറഞ്ഞാൽ ലിങ്കെല്ലാം വേണേൽ ഇട്ട് കൊടുക്കാം, അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല, അത് ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ സമയമാകുമ്പോൾ അദ്ദേഹം വിലാപത്തിനകത്തുള്ള ആന്തരികമായിരിക്കുന്ന അർത്ഥമൊക്കെ മനസ്സിലാക്കി അദ്ദേഹം തന്നെ ആളുകളോട് സംസാരിച്ചു തുടങ്ങും, അദ്ദേഹം തന്നെ ക്ലാസ് എടുത്ത് തുടങ്ങും. അതിനുള്ള ഗതി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നമ്മൾ ധൃതി വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല, അത് അതിൻ്റേതായ വഴി പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഉദാഹരണം. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല, അതൊക്കെ ഉണ്ടായിക്കോളും എന്നുള്ളതാണ് പൊതുവേ. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, പൊതുവേ എല്ലാ ഈ പറഞ്ഞ സംഘടിതരായിരിക്കുന്ന കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അത് നിഷേധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ളവരെ ഒതുക്കാനുള്ള പരിപാടികൾ വരെ വളരെ ശക്തമായിട്ടുണ്ട്. അതൊക്കെ കോർപ്പറേറ്റ് രീതിയുടെ ഭാഗം തന്നെയാണ്. ഒരു വ്യാവസായിക സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അധികപ്പറ്റല്ല, അതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് അതൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കച്ചവടം നടത്തുകയാണെങ്കിൽ നമുക്ക് അതേ രൂപങ്ങൾ സ്വീകരിക്കാം.
ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിനൊരു പൊതു മാനദണ്ഡമൊന്നും ആരും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അത്രയേ ആ വിമർശനത്തെക്കുറിച്ച് നമുക്ക് കാണാനുള്ളൂ. മനസ്സിന്റെ ഭാവമാണ് പ്രധാനം എന്നുള്ളത്. അതെ, മനസ്സിന്റെ ഭാവം എന്നുള്ളതല്ല, പ്രതിരോധിക്കാൻ തയ്യാറുള്ളവനെ പ്രതിരോധം വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രതിരോധം തയ്യാറുള്ള ആൾ അയാളുടെ അതിര് കിടന്ന അഹന്തയിൽ നിന്നാണ്, ഒരു ഓവർ കോൺഫിഡൻസിൽ നിന്നാണ് ആ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകുന്നത്. എനിക്ക് എൻ്റെ ഗുരുവിനെക്കുറിച്ച് അറിയാമെന്ന് അപ്പം ചിന്തിക്കണം. എൻ്റെ ഗുരുവിനെക്കുറിച്ച് എനിക്കെന്തറിയാം? ഈ ഗുരുവിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും സംസാരിക്കാൻ പോകുന്നത് എന്ന് സ്വയം ചോദിക്കുക. നേരെ തിരിച്ച് പ്രതികരിക്കാനില്ലാത്തവൻ, പ്രതികരിച്ചാൽ മോശമാവുമോ എന്ന് ഭയമുള്ളവൻ, അവനും അതുപോലെ തന്നെയാണ്. അവൻ ആത്മവിശ്വാസം തീരെ ഇല്ല, ഗുരുവിനുള്ള വിശ്വാസവും പോരാ, ഗുരുവിനെക്കുറിച്ചുള്ള അറിവും കുറവാണ്, എല്ലാം കുറവാണ്. അങ്ങനെയുള്ളവർ ചിലരെ ഉന്തി തള്ളിവിടും. സുഹൃത്തുക്കളെ, നീ ഒന്ന് പോയി സംസാരിക്കരുത് എന്ന് വേണമെങ്കിൽ പറഞ്ഞിടും. കാരണം തന്നെ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് വേറൊരാളെ വിട്ട് ഡെപ്യൂട്ട് ചെയ്ത് അത് ശരിയാക്കാൻ വേണ്ടിയുള്ള പ്ലാൻ നടത്താറുണ്ട്. അപ്പോൾ അതും അപഹാസ്യമാണ്, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വരുന്നത് എന്ന് പറയുന്നത് തന്നിലുള്ള വിശ്വാസക്കുറവാണ്. എന്നാൽ ഡിഫെൻഡ് ചെയ്യാനുള്ള താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തിൽ നിന്നാണ്. നമ്മളാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്നൊരു തോന്നലുണ്ടാക്കുക. അത്തരം ഈ ഗുരുക്കന്മാരുടെ എല്ലാം കാര്യത്തിൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. നിസർഗദത്ത മഹാരാജന് വളരെ പ്രധാനപ്പെട്ടൊരുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വലിയൊരു ധനതത്വശാസ്ത്രജ്ഞനും വലിയൊരു ഉദ്യോഗസ്ഥനുമായിരുന്നു ഭാരതത്തിൽ. അദ്ദേഹം ആ മട്ടുപ്പാവിൽ സംസാരം കേൾക്കാൻ വന്നു തുടങ്ങിയപ്പോൾ തൊട്ടാണ് അവിടെ വിദേശികളുമൊക്കെ വന്നു തുടങ്ങുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയൊക്കെ ചെയ്തത്. കുറേ കഴിഞ്ഞപ്പോൾ താനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നതായിട്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നിർദാക്ഷിണ്യം അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിൽ വീണ്ടും പാരലൽ സംസാരങ്ങൾ ആരംഭിച്ചു. അവിടെ ആൾക്കാരെ വിളിച്ചിരുത്തി സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് സമയമായതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ പ്രയോജനമില്ല, നീ നന്നായിക്കോ, തന്നു സ്വന്തമായിട്ട് കടയിട്ടോളൂ എന്നാണ് പറയുന്നത് എന്നും വിചാരിക്കുന്നുണ്ട്. അതൊരു വിഷം. ഇതുപോലെ തന്നെ ജോർജ് ഗുർദീഫിന് ഔപ്പൻസ്കി എന്ന് പറയുന്നൊരു പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജയരാജ് സാർ പറയുന്നത് ഓപ്പൻസ്കിയെ മനഃപൂർവ്വം അദ്ദേഹം തൻ്റെ ഫോൾഡിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഒരു പ്രചാരത്ത് വേലയുടെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓപ്പൻസ്കിയും കുറേ കഴിയുമ്പോൾ ഇതേപോലുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാവുകയും ജോർജ് ഗുർദീഫ് ഓപ്പൻസ്കിയെ പുറത്താക്കുകയും ചെയ്തു. ഓപ്പൻസ്കി മറ്റൊരു പ്രവാചകനായി മാറാൻ ശ്രമിക്കുകയുണ്ടായി. ഇതൊക്കെ സ്വാഭാവികമാണ്, എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ചില കാര്യങ്ങളിൽ അവരിൽ നന്മയുണ്ടാവും, ചിലരിൽ നന്മയുണ്ടാകാറില്ല. UG കൃഷ്ണമൂർത്തിയുമായിട്ട് ചേർന്ന് തന്നെ വളർന്നു വന്ന ഒരാളാണ്. അവിടെ നിന്ന് പിന്നെ പിണങ്ങി മാറിപ്പോയി സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അതിപ്പോൾ എന്തെങ്കിലും ബ്രാൻഡിങ് ആവശ്യമുണ്ട്, എന്തെങ്കിലും വ്യത്യാസം വേണം. ആ ബ്രാൻഡിങ് മാറ്റി എന്തെങ്കിലും ഘടകവിരുദ്ധമായ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ചിലപ്പോൾ അവരുടെ പ്രത്യേക രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ സാറ് മനസ്സിലാക്കേണ്ടത് അവിടെ അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. തനിക്ക് തൻ്റെ ഗുരുവിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ തോന്നുന്നിടത്ത് ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. അതൊക്കെ വളരെ അപഹാസ്യമായ നിലപാടുകളാണ്. ഗുരു എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിന് അപാരമായ ശക്തിയാണുള്ളത്. ആ ഗുരുവിനുള്ളതിനേക്കാൾ ശക്തി നമ്മുടെ സങ്കല്പത്തിലുണ്ട്. അതാണ് നമ്മുടെ ഗുരുവാണെന്ന് നമുക്ക് ഒരു വ്യക്തിയെ തോന്നുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വിശ്വാസം ഒരു ബലം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ബേസിക്കലായിട്ട് തകർത്ത് കളയുകയാണ് നമ്മളവരെ രക്ഷിക്കാൻ പോകുമ്പോൾ. അതുകൊണ്ട് അതാണ് അവിടെ തെറ്റ് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.